വിശദമായ വാർത്തകളിലേക്ക്. വേനൽ ചൂടിനെ അവഗണിച്ച് വിധി എഴുതി കേരളം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനത്തെ കണക്കനുസരിച്ച് 70% മുകളിലാണ് പോളിംഗ്. പലയിടത്തും ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ്. സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, ഇപ്പോഴും പോളിംഗ് പൂർത്തിയായിട്ടുണ്ടോ അവിടെ? ആര്യ, ഇപ്പോൾ 280 ബൂത്തുകളിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം, അതായത് കോഴിക്കോട് ജില്ല എന്ന് പറയുമ്പോൾ കോഴിക്കോട് മണ്ഡലം, വടകര മണ്ഡലം, അതുപോലെ വയനാട് മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ 280 ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചെറിയ കുമ്പളം GLP സ്കൂളിലാണ്. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. 10 മണിക്ക് ഇറങ്ങിയ ആളുകളാണ് ഇവരൊക്കെ. അവസാനത്തെ വോട്ടർമാരായിരുന്നു. അവസാനത്തെ വോട്ടറായി വോട്ട് ചെയ്തല്ലേ? അവസാനത്തെ വോട്ടറായിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം? ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ ഓൾറെഡി മിഷനും ലേറ്റ് ആയിരുന്നു, പിന്നെ സിസ്റ്റം കുറച്ച് സ്ലോ ആയിരുന്നു, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള സ്റ്റാഫായിരുന്നു, പിന്നെ സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിരുന്നു. ഇതൊക്കെയാണ്. സാധാരണ മെഷീൻ കേടായാലാണ് കുറച്ച് ലേറ്റ് ആവുക, പക്ഷെ ഇവിടെ മെഷീനും കേടായിട്ടില്ല അല്ലേ? ഇല്ല, ടെക്നിക്കലി ഒരു ഇഷ്യൂ വന്നിട്ടില്ല. എന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ടാണ്, ഞങ്ങളൊരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബൂത്തിൽ ഉണ്ടാവുന്നത്. വലിയ പ്രയാസമാണ്. നന്നായിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ വോട്ടേഴ്സും. പക്ഷെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവർക്ക് കുടിവെള്ളം നൽകിയും ചായ കൊടുത്തും അവരെ സമാധാനിപ്പിച്ച് എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങുന്നൊരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. മണിക്കൂറുകളാണ് പലരും കാത്തുന്നത്. എത്ര മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു? 6 മണിക്കൂറിൻ്റെ മുകളിൽ ഏകദേശം കാത്തുനിന്നിട്ടുണ്ട്. 4 മണിക്ക് തൊട്ട് ഇപ്പോൾ ഒരു 10:15 വോട്ട് ചെയ്ത് തന്നെ. 6 മണിക്കൂറൊക്കെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. കാരണം ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ. പക്ഷെ ഇവിടെയുള്ള ആളുകൾ അതൊക്കെ ഒരുക്കിയിരുന്നു തോന്നുന്നല്ലേ? ഇവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു. ചായയും പലഹാരങ്ങളൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ബൂത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 280 ബൂത്തുകളിൽ ഇപ്പോഴും അത് തുടരുകയാണ് എന്നുള്ള വലിയൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. നമുക്ക് ആ ബൂത്തുകളിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ 10 മണിക്ക് കൃത്യം 10:05 വോട്ടെടുപ്പ് പൂർണ്ണമായി. അവസാനത്തെ ആളും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയത്. ഇപ്പോൾ കോഴിക്കോട് അവസാനത്തെ വോട്ടറും വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.